നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു മിക്സറിനെ കുറിച്ച് നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു. ഒരുപാട് ആൾക്കാർ പരിചയപ്പെടുത്തതാണ്. പക്ഷേ ഇത് കറക്റ്റായിട്ട് എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് പലതും പറയുന്നില്ല. ഞാൻ കറക്റ്റായിട്ട് ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങിച്ചിട്ട് ഇത് ഉപയോഗിക്കാൻ അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ എന്നുള്ളതേ ഉള്ളൂ. ഈ മിക്സർ എന്ന് പറഞ്ഞാൽ 2300 രൂപ 2300 രൂപ അതിനകത്തേ ഉള്ളൂ ഈ മിക്സർ ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 4 മൈക്ക് തന്നെ കൊടുക്കാം. 4 മൈക്ക് കൊടുക്കാം, സ്പീക്കറിൽ കണക്ഷൻ കൊടുക്കാം, ആംപ്ലിഫയറിൽ കൊടുക്കാം, എല്ലാം ചെയ്യാം. നമുക്ക് ഒന്നും വേണ്ട, നമുക്ക് ഈ ഒരു മിക്സർ മാത്രം മതി. പിന്നെ ഈ ഒരു മൈക്ക്, ഇത് അഹൂജയുടെ ഒരു മൈക്കാണ്. ഇത് വന്നിട്ട് 1500 ഇതിൻ്റെ വില. അഹൂജയുടെ ഒറിജിനൽ മൈക്കാണ്. അപ്പോൾ നമുക്ക് ഒരു മിക്സർ മാത്രം മതി. മിക്സറിൻ്റെ ഇതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു അഡാപ്റ്റർ വന്നിട്ടുണ്ട്. അതാണ്ട് ഒരു അഡാപ്റ്റർ ഉണ്ടാ. ഈ അഡാപ്റ്റർ ഇതിൽ കൊടുത്ത് ഈ സൈഡിൽ കൊടുത്തിട്ട് നമ്മൾ കറണ്ട് കൊടുക്കണം. കറണ്ട് കൊടുത്തിട്ട് അപ്പോൾ ഇത് ഓണാവും. ഇത് ഓണായി അതിനുശേഷം നമുക്ക് ഇതിൽ ഡിലേ ഉണ്ട്. ഡിലേ അതാണ്ട് ഇവിടെ ഈ ബട്ടണാണ്. ഈ കാണുന്ന ബട്ടൺ ഡിലേ, ഇത് റിപ്പീറ്റ്. ഇത് ഫുൾ വാളിയം വയ്ക്കുക. ഡിലേ ഫുൾ വാളിയം വെച്ചെങ്കിൽ നമുക്ക് എക്കോ കറക്റ്റായി കിട്ടിയിട്ട് നമ്മളെ വോയിസ് കറക്റ്റ് ആവുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൽ ലൈൻ വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്താണ്. ലൈൻ വന്നിട്ട് ബ്ലൂടൂത്ത്. അപ്പോൾ ഇവിടെ നമുക്ക് റെക്കോർഡിംഗ് ഉണ്ട്, പിന്നെ ഫോർവേഡ് റിവേഴ്സൊക്കെ ഉണ്ട്. പിന്നെ മോഡ് അഡ്ജസ്റ്റ് ചെയ്യണത്, ഇത് മോഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് ബ്ലൂടൂത്ത്. ഇപ്പോൾ ബ്ലൂടൂത്താണ്, BLUE ബ്ലൂടൂത്താണ്. അപ്പോൾ ഇതിലൊരു ബ്ലൂടൂത്തും കൊടുത്ത് നമ്മുടെ ഫോണിലെ ബ്ലൂടൂത്ത് ഏത് ഫോണാണ് ആ ബ്ലൂടൂത്ത് ഇതിൽ കണക്ട് ചെയ്യണം. ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ മൈക്ക് ഉണ്ടല്ലോ, ഇത് കണ്ട മൈക്ക്, മൈക്കിൻ്റെ ഒരു ജാക്ക്, മൈക്കിൻ്റെ ജാക്ക് ഇതാ ഇവിടെ ഇതിൽ കൊടുക്കണം. ഒന്നിൽ കൊടുക്കണം. ഈ മൈക്കിൻ്റെ ജാക്ക് കൊടുത്തിട്ട് ഡിലേ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഇവിടെ മെയിന് ഇത് ഫോണിലേക്കുള്ള കണക്ഷൻ. അപ്പോൾ ഈ ഒരു ഇത് കണ്ട, ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇയർഫോണാണ്. അപ്പോൾ ഇയർഫോൺ കുത്തേണ്ട അതാണ്ട് ഇത് അടയാളം കൊടുത്തു. ഇയർഫോൺ കുത്തേണ്ട ഹെഡ്സെറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഹെഡ്സെറ്റ് കുത്തുക. കണ്ട, ഹെഡ്സെറ്റ് കുത്തുക. എന്നിട്ട് നമ്മുടെ ഫോണിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്. ഇവിടെ ഫോൺ എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഫോണിൻ്റെ പടവും കാണിച്ചിട്ടുണ്ട്. കണ്ട, ഫോണിൻ്റെ പടം. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ പടത്തിൽ അവിടെ നമുക്ക് ഫോണിൻ്റെ ഒരു ജാക്ക് കൊടുക്കണം. അപ്പോൾ ഇതൊന്നും നമുക്ക് റെക്കോർഡിങ് ആവാനുള്ളത്. അപ്പോൾ ഈ ഫോണിൽ ഇത് റെക്കോർഡ് ചെയ്യാൻ ഞാൻ വെച്ചിരിക്കുന്ന ഫോണാണ്. ഈ ഫോണിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യണത്. ഇപ്പോൾ ഇത് ഫോണിൽ കൊടുക്കുക. കണ്ട, ഓണായി. ഫോണിൽ കൊടുത്ത് ഓണാക്കി വയ്ക്കുക. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇത് ഫോണിൽ കൊടുത്തല്ലേ, ഇത് ഫോണിൽ കൊടുത്ത് നമുക്കിനി ഇതിൽ ബ്ലൂടൂത്ത് വഴിയുള്ള ഒരു ഫോണാണ് ആവശ്യം. ആ ബ്ലൂടൂത്ത് വഴിയുള്ള ഫോണിൽ നമുക്ക് റെക്കോർഡിങ് ചെയ്തിട്ട് അതിൽ പാട്ടിടണം. പാട്ടിട്ടിട്ട് നമുക്ക് വേണ്ട ആ പാട്ട് നമുക്ക് ഈ മൈക്ക് വഴി പാടാൻ പറ്റും. മൈക്ക് വഴി പാടുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഫോണിൽ 2 ഫോണില്ലേ, ഇതുപോലത്തെ ഒരു ബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡിങ്ങിന് എടുക്കാം. ഒരു സൈഡ് വയ്ക്കാം, ഇവിടെ തന്നെ വയ്ക്കാം, റെക്കോർഡിങ്ങിന് വയ്ക്കാം. പിന്നെ ഇത് മറ്റേ ഫോണെന്ന് പറഞ്ഞാൽ അത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണ ഫോണെന്ന് പറഞ്ഞാൽ അത് കൂടെ ഇവിടെ വയ്ക്കണം. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണ ഫോണിൽ നമുക്ക് ആ ബ്ലൂടൂത്തിൻ്റെ ഒരു പാട്ടിട്ടിട്ട് ഈ ഇയർഫോൺ നമ്മൾ ചെവിയിൽ വയ്ക്കുമ്പം വേണ്ട, ഈ ഇയർഫോൺ ചെവിയിൽ വയ്ക്കുമ്പോൾ നമുക്ക് ശരിക്കും കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ നമുക്ക് ഇതുവഴി പാടാൻ പറ്റും. സ്റ്റുഡിയോ ക്വാളിറ്റി നമുക്കിതിൽ പാടാൻ പറ്റും. ഇപ്പം നല്ല സൗണ്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങൾക്ക് അതുവഴി കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് പറഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാനുള്ളത്. അതായത് ഇപ്പോഴും ഇയർഫോണൊക്കെ വെച്ച് പാടുന്ന ആൾക്കാരുണ്ട്. ഇത് വലിയ വിലയൊന്നുമില്ല. ഇത് വന്നിട്ട് 2300 രൂപ അതിനകത്തേ ഉള്ളൂ.
ഓൺലൈൻ വഴി വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതുവഴി വാങ്ങിച്ചിട്ട് നമ്മൾ ഇതാണ് സെറ്റിങ്സ്. ഇത് ഇവിടെ ഫോണിൻ്റെ ഒരു കണക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് റെക്കോർഡ് ചെയ്യണ ഫോണിൽ, നമ്മൾ പാടുന്ന റെക്കോർഡ് ചെയ്യണ ഫോണിൽ ഇയർഫോണിന് നമുക്ക് ഇയർഫോണിൽ കുത്തണം. മൈക്കിൻ്റെ ഒന്ന് കുത്തിയിട്ട് നമുക്ക് ഈ ഫോണിൽ ഏത് ഫോണാണ് ബ്ലൂടൂത്ത് ഉള്ളത് ആ ബ്ലൂടൂത്തും ഇതിലെ ബ്ലൂടൂത്താണ് കണക്ട് ചെയ്തിട്ട് ഒരു പാട്ടിട്ട് നമുക്ക് ഇതിലെ ക്യാമറ ഓൺ ചെയ്ത് റെക്കോർഡ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ളത്. വേറെ ഒന്നും ഇതിനകത്തില്ല. അടിപൊളിയായിട്ട് സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ നമുക്ക് പാടാൻ പറ്റും. അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഓക്കെ. ധാരാളം പേര് ഇയർഫോൺ വഴിയൊക്കെ പാടുന്നുണ്ട്. ഇത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ട്. എനിക്കും ഇത് വാങ്ങിച്ചിട്ട് എന്തോ ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അത് പഠിച്ചെടുത്താണ്. എനിക്കത് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. എങ്ങനെ നോക്കിയാലും പറ്റിയില്ല. അപ്പോൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രം വാങ്ങിച്ചൊരു മൈക്കും ഇയർഫോണും ഒരു 2 ജാക്കും മാത്രമേ ഇതിനകത്തുള്ളൂ. വേറൊന്നും വേണ്ട. നമുക്ക് ഇതുവഴി തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ 2 ഫോൺ വേണം. ഒന്ന് ഞാൻ പറഞ്ഞില്ല റെക്കോർഡ് ചെയ്യാനും, ഒന്ന് ബ്ലൂടൂത്ത് വഴി നമുക്ക് കരോക്കെ കൊടുക്കാനും. അപ്പോൾ കരോക്കെ കൊടുത്ത് എങ്ങനെ പാടാമെന്നുള്ളതാണ് എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അഭിപ്രായം ഇടുക. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ഇത് പാടാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്, ഇതെങ്ങനെ സെറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് ഈ വീഡിയോ കറക്റ്റ് ഉപകാരമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നന്ദി, നമസ്കാരം.